ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഔട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ പെരുന്നാളിന് പുറത്ത് പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞങ്ങൾ 2 ഫാമിലി ആയിട്ടാണ് കേട്ടോ ഇന്ന് പുറത്ത് പോകുന്നത്. പിന്നെ ഇക്കാൻ്റെ കൂട്ടുകാരനുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ഷാർജയിൽ നിന്ന് കോർഫുഖാനിലേക്ക് പോവുകയാണ്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. കുട്ടികളൊക്കെ നല്ല ക്ഷീണത്തിലാണ്. പിന്നെ നോമ്പ് കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ട് തന്നെ ആർക്കും അത്ര വിശപ്പൊന്നുമില്ല കേട്ടോ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിതവിടെ ഷാർജയിൽ നിന്ന് ഇപ്പോൾ ഇതാ കോർഫുഖാനിൽ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മലയുടെ ഭാഗങ്ങളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് വീഡിയോ ഒന്നും അധികം എടുത്തിട്ടില്ല. പിന്നെ ഇവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ ഇതിന് മുന്നേ 2 വീഡിയോയിലൊക്കെ ആയിട്ട് ഇവിടുത്തെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ വീഡിയോ എടുക്കാതിരുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു മലയുടെ ഇടയിലേക്കുള്ള ആ ഒരു പോക്കുണ്ടല്ലോ, അത് ഭയങ്കര രസമാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഫ്രൈഡേ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് എടുക്കാനുണ്ടാവും. കാരണം ഇതിൻ്റെ ഉള്ളിലൂടെയുള്ള ഈ പോക്കന്നെ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ രാവിലെ ചായ കുടി കഴിഞ്ഞിട്ട് ആണ് പുറത്തിറങ്ങിയെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇവിടുന്ന് ചോറ് കഴിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ ടണലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ 4-5 ടണലുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്ര ഭയങ്കര രസമാണ്. അപ്പോൾ അതിനുള്ളിൽ നിന്നൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ട് ഇടുകയാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ടണലിൻ്റെ ഉള്ളിൽ നിന്നും കുറച്ച് ഞാനിങ്ങനെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇവിടേക്ക് വരുന്നവരാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ലീവുള്ള ദിവസങ്ങളിലൊക്കെ, അവധി ദിവസങ്ങളുണ്ടാവല്ലോ, പ്രത്യേക ദിവസങ്ങൾ, പെരുന്നാൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്താണ് വരുന്നതെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കൈ പിടിക്കുന്നതാണ് നല്ലത്. കാരണം ഇവിടെ ഹോട്ടലൊക്കെ ഉണ്ട്, പക്ഷെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് ഫുഡ് കഴിക്കാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അങ്ങനെ ഓരോരോ ടണൽ ഇങ്ങനെ കഴിഞ്ഞിട്ടാണ് നമ്മളിതായി പോകുന്നത്. പിന്നെ ഞങ്ങൾ കുറേ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും പാട്ട് വെച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് സമയം കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കോർഫുഖാനിലുള്ള ഷാർക്ക് ഐലൻഡിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയാൽ എന്താണെന്ന് അറിയില്ല, പക്ഷേ അവിടെ ഒരുപാട് കാണാനുണ്ടെന്നൊക്കെ കേട്ടറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ കോർഫുഖാനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ഹോട്ടൽ തിരഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാത്തിലും അന്വേഷിക്കുമ്പോൾ ഇങ്ങനെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം, അങ്ങനെയാണ് എല്ലായിടത്തും പറയണത്. പിന്നെ എല്ലാവർക്കും സാധാ ചോറ് മതി, നോമ്പൊക്കെ കഴിഞ്ഞല്ല. അപ്പോൾ ബിരിയാണി ഇതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ റെസ്റ്റോറൻറ്റും കൂടി നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും ഇവിടെ കിട്ടാനില്ല. അപ്പോൾ എല്ലായിടത്തും 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഐലൻഡിലേക്ക് പോകാനുള്ളതല്ല. അപ്പോൾ അവിടുത്തെ ടൈമിങ് ലേറ്റ് ആവുമോ എന്നുള്ള ഒരു പേടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു 6-7 റെസ്റ്റോറൻറ്റ് തിരഞ്ഞ് നടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എവിടെയും കിട്ടിയിട്ടില്ല. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു ഫുഡ് പാർസൽ വാങ്ങിച്ചിട്ട് പുറത്തെവിടെ ഇരുന്ന് കഴിക്കാമെന്ന്. അങ്ങനെ ഒരു പ്ലാനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ അവിടെ അതുപോലെ ഇറങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു അറബിക് റെസ്റ്റോറൻ്റ് ആണ്. കാണാനൊക്കെ നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അവിടുത്തെ ഫുഡും ടേസ്റ്റ് ഉള്ളതാണ്. ഇവിടെ ഇക്കാൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവന് ഇവിടെ കോർഫുഖാനിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവന് പറഞ്ഞ് ഇവിടെ ഫുഡ് നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെയാണെന്ന്. അപ്പോൾ ഞങ്ങളിതിവിടെ കയറിയിട്ട് നോക്കിയപ്പോൾ ഹോട്ടലൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇത് ഈ റെസ്റ്റോറൻറ്റ് നല്ല സൂപ്പറാണ് കാണാൻ. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ അധികം അറബിക് കസ്റ്റമർ തന്നെയാണ്. ഇവിടുത്തെ മജ്ലിസ് എല്ലാം ഫുള്ളായിട്ടുണ്ട്, പുറത്ത് ടേബിളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാലിയായിട്ടുണ്ട്. പിന്നെ അവർ ഫുഡ് റെഡി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഫുഡിന് കുറച്ച് സമയം എടുക്കുമെങ്കിലും നമ്മൾ ഓർഡറൊക്കെ അവരൊന്ന് റെഡി ആക്കണ്ട. അതിന് വേണ്ടി ഒരാൾ പോലും ഒന്ന് വന്ന് നോക്കുന്നോ ഒന്ന് മെയിൻ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒത്തിരി നേരം അവരെ വിളിച്ചു, കുറേ നേരം അവിടെ സമയം കളഞ്ഞു. പക്ഷെ ആരും ഒന്ന് മെയിൻ ചെയ്യുന്നത് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുട്ടികളാണെങ്കിൽ വിശന്നിട്ട് ഒരു മാതിരി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവർ ഇറങ്ങുന്ന സമയത്ത് പോലും ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ. കാരണം അവർക്ക് നല്ല തിരക്കാണെന്ന്. അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങളിതാ വേറൊരു ഇവിടെ റെസ്റ്റോറൻറ്റ് കണ്ടിട്ടോ. ഒരു യമനി റെസ്റ്റോറൻ്റ് ആണ്. ഈ ഒരു റെസ്റ്റോറൻറ്റ് പറയുകയാണെങ്കിൽ ഭയങ്കര സൂപ്പർ ഫുഡുമാണ്, അതുപോലെ നല്ല ഡീലിങ്ങുമാണ് കേട്ടോ.
നല്ല സർവീസാണ്. ഞങ്ങൾ വന്നപ്പോൾ നല്ല തിരക്ക് തന്നെ ആയിരുന്നു കേട്ടോ, ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ കാലിയായപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ അവരിരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു 9 പേരുണ്ടല്ലോ, അപ്പോൾ അവർക്കുള്ള സീറ്റെല്ലാം അവർ റെഡിയാക്കി തന്നു. പെട്ടെന്ന് തന്നെ ഫുഡും തരുന്നുണ്ട് കേട്ടോ. അതാണ് ഒരു പ്രത്യേകത. നമ്മൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ മോള് ഇവിടെ കുബൂസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുബൂസും അമൂസും പിന്നെ ചിക്കനും അവൾ പറഞ്ഞത്. ഞങ്ങളെല്ലാവരും മന്തിയാണ്. ഇപ്പോൾ ഏമിനി ഫുഡാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. നല്ല സർവീസാണ് കേട്ടോ ഇവരുടെ. അതുപോലെ ഇവിടുത്തെ സൂപ്പ്, മന്തി എല്ലാം ഭയങ്കര ടേസ്റ്റായിരുന്നു. നമ്മൾ എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ. ആര് കഴിച്ചാലും നല്ല അഭിപ്രായം പറയുള്ളൂ. അത്രയും ഭയങ്കര ടേസ്റ്റുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കോർഫുക്കാലിൽ വരുന്നവരുണ്ടെങ്കിൽ എന്തായാലും നോട്ട് ചെയ്ത് വെച്ചോളിട്ടോ. നിങ്ങൾ ഈ ഒരു ഫുഡ് മിസ് ചെയ്യണ്ട. റെസ്റ്റോറൻറ്റിൻ്റെ പേര് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതാണ് നമ്മുടെ മന്തി വരുന്നത്. അപ്പോൾ ഒരു മന്തി തന്നെ 2 പേർക്ക് കഴിക്കാം കേട്ടോ, അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഇക്ക് ഞാനും കൂടി ഇതാ ഒരു മന്തിയാണ് കേട്ടോ കഴിക്കുന്നത്. ഇക്ക് അധികം മന്തി കഴിക്കില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 പേരും കൂടി ഒന്നിന്ന് കഴിച്ചത്. പിന്നെ ഇതാ മോള് ചിക്കനും കുബൂസും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു സൂപ്പ് ഉണ്ടല്ലോ, അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പരിപ്പോണ്ടാണ് ഇവർ ആ ഒരു സൂപ്പ് റെഡിയാക്കിയിട്ടുണ്ടത്. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. കോർഫുക്കാലിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റ് മിസ്സാക്കണ്ട കേട്ടോ, ഭയങ്കര ടേസ്റ്റുള്ള ഫുഡാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇതാ ഇവിടുന്ന് ഇറങ്ങി ഞങ്ങൾ ഇവിടെ ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ. ബീച്ചിനകത്ത് നിന്ന് നേരെ ഷാർക്ക് ഐലൻഡിലേക്ക് പോകണം. അപ്പോൾ അതാ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് ബീച്ചിൻ്റെ അവിടേക്ക് നടക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടന്നിട്ട് അവിടെ ബോട്ടെല്ലാം ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ നേരെ പോകേണ്ടത്. ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ വന്നിരിക്കാനൊക്കെ നല്ല രസമുള്ളൊരു ബീച്ചാണിത്. ഇവിടെ കോർഫുക്കാനിലും ഇവിടെ UAE ഉള്ളവർക്ക് തന്നെ അറിയായിരിക്കും. കോർഫുക്കാൻ ബീച്ച് എന്ന് പറഞ്ഞാൽ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് കേട്ടോ. ഒരുപാട് കാണാനും കളിക്കാനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഉള്ള ഒരു ബീച്ചാണ് കേട്ടോ. ഇവിടെ നമ്മളിതാ വെറുതെ ഇങ്ങനെ വന്നിരിക്കാൻ തന്നെ ഭയങ്കര രസമായിരിക്കും കേട്ടോ. ഇന്ന് പെരുന്നാളായതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഇവിടുന്ന് നമ്മൾ ചെറിയ ബോട്ട് വഴി ആണ് ഷാർക്ക് ഐലൻഡിലേക്ക് പോവുക. ഇവിടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആദ്യം അവർ പറഞ്ഞത് അങ്ങനെ 11 മണിക്ക് ഇവിടെ സ്റ്റോപ്പായിട്ടുണ്ട് ഷാർക്ക് ഐലൻഡിലേക്ക് പോകുന്നത്. ജസ്റ്റ് അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ കുറേ ഞങ്ങൾ അവിടെയൊക്കെ ചോദിച്ചു നോക്കിയപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ബോട്ടിൽ കയറാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഷാർക്ക് ഐലൻഡ് എന്താണെന്ന് കണ്ടിട്ടില്ല, അതും കൂടെ ഒന്ന് കാണാമെന്നുള്ള രീതിയിലാണ്. 250 റംസിന് നമ്മൾ 9 പേരാണ് കേട്ടോ ഒരു ബോട്ടിൽ കയറിയത്. പിന്നെ വേറെ 2 ഫാമിലിയും കൂടി നമ്മളെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞങ്ങളിവിടെ ഇരുന്നിട്ട് ചക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുകയാണ് കേട്ടോ. നോമ്പായതുകൊണ്ട് നമുക്ക് ചക്ക കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നോമ്പ് കഴിഞ്ഞല്ലോ, അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ ചക്കൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അധികം പഴുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരുപാട് പേര് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട്. ചിലവർ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നവരുണ്ട്. പിന്നെ സ്പീഡ് ബോട്ടിലും അതുപോലെ പാരച്യൂട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ആകെ ഒരു ബഹളമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ എന്തായാലും ഞങ്ങളൊരു 15 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ ബോട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യം അവിടെ കൊണ്ടാക്കി കാണിച്ചിട്ട് വരുന്നവരെ ഇവിടെ ഇറക്കും, എന്നിട്ട് പിന്നെ നമ്മൾ കയറുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇവർ ഇറങ്ങിയതിന് ശേഷം അടുത്തത് നമ്മളാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഞങ്ങളും കൂടി കയറുകയാണ്. ഇതിപ്പോൾ കാണുമ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നില്ല, പക്ഷേ ഈ കയറുന്ന ആ ഒരു സ്ഥലമുണ്ട് അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. അപ്പോൾ നല്ലൊരു ജെർക്കിങ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം, കുട്ടികളായിട്ട് കയറുമ്പോൾ വീഴാതെ നോക്കണം. അപ്പോൾ ഞങ്ങളും കൂടി ഇതാ കയറുകയാണ്. ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബോട്ടിൽ കയറിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഷാർക്ക് ഐലൻഡിലേക്കല്ല പോയത്, ജസ്റ്റ് അവിടെ കറക്കിയിട്ട് കൊണ്ടുവരിക തന്നെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞങ്ങളതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് പിന്നെ അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ കാണിക്കാം. അപ്പോൾ നല്ല രസമുള്ളൊരു യാത്ര ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം.
അങ്ങനെ എത്ര ബുദ്ധിമുട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാ കാണുന്നതാണ് കേട്ടോ ഷാർക്ക് ഐലൻഡ് എന്ന് പറയുന്നത്. ഇവിടുത്തെ വെള്ളത്തിന് നല്ല തെളിയാണ് കേട്ടോ, നല്ല തെളിഞ്ഞ നല്ല വെള്ളമാണ് കേട്ടോ. നമുക്ക് ശരിക്കും കണ്ടാൽ ഇറങ്ങി കുളിക്കാൻ തന്നെ തോന്നും, അത്രയ്ക്ക് നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇത് ഏകദേശം അടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നിലം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നല്ല തെളിഞ്ഞ വെള്ളമാണ്, പിന്നെ നല്ല തണുത്ത വെള്ളവും. അപ്പോൾ നമുക്ക് ഇറങ്ങാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഞങ്ങൾ അവരോട് ചോദിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവർ ഇറക്കില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി തരണമെന്ന് പറഞ്ഞ്. അപ്പോൾ അവരെന്തായാലും സമ്മതിക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ 250 റംസിന് 9 പേര് കയറിയല്ലേ, അപ്പോൾ എന്തായാലും ഇറങ്ങാൻ പറ്റില്ല പറഞ്ഞിട്ട്. അങ്ങനെ ആദ്യം അവരെ പറഞ്ഞില്ല, അവരെ ഇവിടെ ഇറക്കില്ല, ഇവിടേക്കുള്ള സർവീസ് തന്നെ ഇല്ല എന്നാണ് പറയണത് കേട്ടോ. പക്ഷെ ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ കുറച്ച് നേരത്തെ വന്നവരാണ് എന്ന് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഇവിടെ ഉള്ളവർ നമ്മളെ ബോട്ടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അല്ല, ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചില ബോട്ടുകാർ ഇവിടെ ഇറക്കുന്നുണ്ട്, ചിലവരാണ് ഇറക്കാത്തത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ബോട്ടുകാരനോട് പറഞ്ഞു വീണ്ടും ഒരു 100 ദിർഹംസും കൂടിയും കൊടുത്തിട്ട് അവരോട് 1 മണിക്കൂർ ഇവിടെ ഇറക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളിതും കൂടി ഇതാ ഇറങ്ങുകയാണ് കേട്ടോ. ആദ്യമൊന്നും അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നോർമൽ ഇതുപോലെ നമ്മൾ തിരക്കില്ലാത്ത സമയത്തൊക്കെ വരുമ്പോൾ ഇവിടെ ഇറക്കി തരും കേട്ടോ. അപ്പോൾ ഇവരുണ്ടല്ലോ, ഈ 2 പേര് ഇവരോട് പറയായിരുന്നു നിങ്ങൾ കാശ് മേടിക്കാൻ പാടില്ല, എല്ലാവരും ഇവിടെ ഇറക്കേണ്ടതാണ്, കാശ് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ജോലിക്കാരോട് അവർ തല്ലുവിടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് കുഴപ്പമില്ല, അവർ ആദ്യം വരുമ്പോഴേ പറഞ്ഞതാണ് ഇറക്കില്ല എന്ന്. അത് പറയാൻ പറ്റില്ല, ഇവിടെ എല്ലാവരും ഇറക്കി കൊടുക്കണം, അതാണ് എല്ലാവരും ഇവിടെ ഇറക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ അങ്ങനെ വന്നവരാണ്, കുറേ സമയമായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നവരാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഞങ്ങൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് അത് തിരിച്ച് വാങ്ങിപ്പിച്ചിട്ടോ അവർ. അപ്പോൾ ഈ ജോലിക്കാരെ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളെ കൊണ്ടുവരാൻ ഞങ്ങൾ വരില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ ഇക്ക പറഞ്ഞ് സാരില്ല, നിങ്ങൾ കാശ് പിടിച്ചോളി, ഞങ്ങൾ തന്നെ തിരിച്ച് കൊണ്ടുവരാൻ ഞങ്ങളെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അവരെ മടക്കി പറഞ്ഞയച്ചിട്ട് നമ്മൾ നമ്പറൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് കുട്ടികളൊക്കെ വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങിയിട്ട് നല്ല രസമുള്ളൊരു സ്ഥലം തന്നെയാണ്. പിന്നെ 350 റംസിന് അത്ര അധികമൊന്നും കാണാനില്ല, പക്ഷേ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് കളിക്കാനൊക്കെ താല്പര്യം, വെള്ളം കണ്ട ചാടി മറിയുന്നവരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ എന്തായാലും ഇഷ്ടാവുന്ന നല്ലൊരു സ്ഥലമാണ്. പിന്നെ നല്ലൊരു കാണാനും അത്യാവശ്യം രസമുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ അധികം ആരും എത്തിപ്പെടാത്തൊരു ഏരിയ അല്ലേ, അപ്പോൾ നല്ലൊരു സ്ഥലം തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് വെള്ളത്തിൽ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ളായിരുന്നു. അപ്പോൾ കുറേ നേരം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാം. നമ്മളെ മക്കളോടെ നനയും.
അങ്ങനെ കുറേ നേരം വെള്ളത്തിൽ കിടന്നപ്പോൾ എല്ലാവർക്കും തണുക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എല്ലാവരും കരക്ക് കയറിയിട്ടുണ്ട്. പിന്നെ ബാക്കി ചക്കയും കൂടിയും കഴിച്ച് കുറേ നേരം ഇവിടെ ഇരുന്നപ്പോൾ ഞങ്ങൾ ബോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ആദ്യം 3 പേരെ ഞങ്ങൾ ഫസ്റ്റിൽ തിരിച്ചു പോകുന്നത്, പിന്നെ 4 പേര് അങ്ങനെയൊക്കെ ആയിട്ടാണ് തിരിച്ചു പോകുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യം ഇവിടെ വന്നിറങ്ങിയിട്ട് പിന്നെ ഇവിടെ കുട്ടികളുമായിട്ട് കുറച്ച് നേരം ആ പാർക്കിലെല്ലാം നടന്ന് ഇവിടെ കുറേ കാണാനും കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പാർക്കിലെല്ലാം ഇതുപോലുള്ള പാർക്കിലൊക്കെ കയറണമെങ്കിൽ ചെറിയ ചെറിയ പൈസ കൊടുക്കാനുണ്ട് കേട്ടോ. 10 റംസൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് കയറാം. അതുപോലെ കുറേ ഏരിയ ഉണ്ട് കേട്ടോ കളിക്കാൻ പറ്റുന്നതും, അതുപോലെ ഫുഡും അങ്ങനെ കുറേ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ സാൻഡ്വിച്ചും ചായ എല്ലാം കുടിച്ചിട്ട് ആണ് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പെരുന്നാളിന് ഞങ്ങൾ ഇവിടെയാണ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ കോർഫുക്കാലിന് പോകുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.